കെ സുധാകരനും വി ഡി സതീശനും രണ്ടു വഴിക്കാണെന്ന മാധ്യമ വാർത്തകളെ തുടർന്ന് മാധ്യമങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വലിയ തോതിലുള്ള ആക്ഷേപം കെ സുധാകരൻ മുന്നോട്ട് വച്ചിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിലൂടെയാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് സുധാകരൻ തയ്യാറായത്. എന്നാൽ ഇപ്പോൾ ഇത് വലിയ തോതിൽ കല്ലുകടിയായി മാറിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ സുധാകര ലോബിക്ക് വേണ്ടി വാർത്തകൾ ചമച്ചു വന്നിരുന്ന മാധ്യമപ്രവർത്തകർ അടക്കം കെ സുധാകരൻ്റെ ഈ പ്രസ്താവനയിൽ മുങ്ങിയ അവസ്ഥയിലായി, അല്ലെങ്കിൽ തങ്ങളും ആ സംഭവത്തിൽ പെട്ട പോലെയായി. കെ സുധാകരനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പല പല വാർത്തകളും മറ്റും പ്രചരിപ്പിച്ചിരുന്നവരും അതോടൊപ്പം തന്നെ വി ഡി സതീശനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ചില വാർത്തകൾ പ്രചരിപ്പിച്ച പ്രധാന മാധ്യമങ്ങളാണ് ഇപ്പോൾ വീട്ടിലായിരിക്കുന്നത്. പത്രമുത്തശ്ശിക്ക് അടക്കം വ്യക്തമായ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു കോൺഗ്രസിലെ ഈ പൊളിറ്റിക്സിൽ കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളെയും വി ഡി സതീശനുമായി ചില ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് വലിയ തോതിൽ വാർത്തകൾ മെനയാനെല്ലാം ഇവർ വലിയ തോതിൽ മെനക്കിട്ടിരുന്നു. ഇപ്പോൾ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതോടുകൂടി ഇവർ കൂടുതൽ വെട്ടിലായി. അതേ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി കെ സുധാകരനും വി ഡി സതീശനെയും ബൂസ്റ്റ് ചെയ്തുള്ള വാർത്തകൾ ഇവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് വലിയ സ്പേസ് കൊടുക്കാതെ തന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാധ്യമങ്ങളുടെ അതൃപ്തി പ്രകടമായതോടുകൂടി വലിയ തോതിൽ സന്ധി സംഭാഷണത്തിനും പ്രശ്നം അവസാനിപ്പിക്കാനുമുള്ള നീക്കം ഇന്ന് തന്നെ കെ സുധാകരനുമായി ബന്ധപ്പെട്ട ലോബികൾ തുടങ്ങി വച്ചിട്ടുണ്ട്. പിണറായിയുടെ സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്നുള്ള വിഹിതം പറ്റിയാണ് മാധ്യമങ്ങൾ തനിക്കെതിരെ വാർത്തകൾ തന്നെ പറ്റിയും അതോടൊപ്പം തന്നെ വി ഡി സതീശനെ പറ്റിയുമുള്ള വാർത്തകൾ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള കള്ളക്കഥ ചമയ്ക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിലേക്കാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളും വീട്ടിലായത്. ഗ്രൂപ്പ് തർക്കങ്ങൾക്കപ്പുറം സംഘടനയെ നയിക്കുന്ന 2 നേതാക്കൾ തമ്മിലുള്ള ഭിന്നത കേരളത്തിൽ പാർട്ടിക്കുള്ള അനുകൂല കാലാവസ്ഥ ഇല്ലാതാക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് KPCC പ്രസിഡന്റ് പ്രതികരണം ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. KPCC യോഗത്തിൽ നിന്ന് തനിക്കെതിരെ വാർത്ത ചോർത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച പരാതിയിൽ അന്വേഷണത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു. ഈ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം കൃത്യമായിട്ട് ചില അജണ്ടകളോടെ പ്രവർത്തിച്ചത് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പങ്കുമില്ല എന്നും മാധ്യമങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും കെട്ടിച്ചമച്ച കഥകളാണെന്നും പ്രചരിപ്പിക്കാനാണ് സുധാകരൻ ഇവിടെ സമയം കണ്ടെത്തുന്നത്. ശരിക്കും സുധാകരന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധാകരൻ വാർത്ത നൽകി വലിയ തോതിൽ കൊണ്ടുവന്ന് ബൂസ്റ്റ് ചെയ്താൽ സുധാകര പക്ഷം കൊടുത്തിരം ചില വാർത്തകളെ പർവ്വതീകരിച്ച് കൊണ്ടുവന്നിരുന്ന മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്തേക്കാക്കി ഇതിൽ നിന്നും കൈ കഴുകി എങ്ങനെയും ഈ അന്വേഷണത്തിൽ നിന്ന് തലയൂരി രക്ഷപ്പെടുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് കെ സുധാകരൻ ഇവിടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനെ പൊളിച്ചെടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ കെ സുധാകരനെയും സതീശനെയും അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കെ സുധാകരൻ്റെ വാർത്താക്കുറിപ്പുകൾ പോലും വലിയ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചിരുന്നവർ പോലും അത് വിഴുങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി കണ്ടുവന്നത്. ഇതാണ് മാധ്യമങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ മേലൊരു അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. വി ഡി സതീശനാകട്ടെ വലിയ തോതിൽ പരാതിയൊക്കെ നൽകി വലിയ തോതിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വി ഡി സതീശന് ഇവിടെ ഒരു അപ്രമാദിത്വം വന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കെ മുരളീധരൻ അടക്കമുള്ളവർ അവകാശം ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രധാന ആവശ്യം എന്താണെന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നും വാർത്തകൾ ചോർത്തി നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ള നിലപാടാണ് കെ മുരളീധരൻ അടക്കം സ്വീകരിച്ചത്. എന്നാൽ ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. MM ഹസനും അനിൽ അക്കരെ അടക്കമുള്ളവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇതിനിടയിലാണ് കെ സുധാകരൻ മാധ്യമങ്ങൾക്കെതിരെ പിണറായി വിജയനെയും ചേർത്ത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ചേർത്ത മാധ്യമ പ്രവർത്തകരെ ബലിയാടാക്കുന്ന നടപടി സ്വീകരിച്ചത്. KPCC പ്രസിഡന്റ് കെ സുധാകരനെ മറികടന്ന് സൂപ്പർ പ്രസിഡന്റായി സതീശൻ പ്രവർത്തിക്കുന്നു എന്ന വിമർശനമാണ് ഭാരവാഹി യോഗത്തിൽ ശരിക്കും ഉന്നയിച്ചത്. അത് വയനാട്ടിൽ നടന്ന പരിപാടിയിൽ കൃത്യമായിട്ട് ഈ ആക്ഷേപമായിരുന്നു ഉന്നയിച്ചത്. ഇത് പുറത്തുവിട്ട 3 ജനറൽ സെക്രട്ടറിമാർക്കെതിരെ നടപടി വേണമെന്ന് സതീശൻ നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. അതായത് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ചുള്ള ചില ജനറൽ സെക്രട്ടറിമാരായിരുന്നു ഈ പ്രചാരണങ്ങളുടെ ചുക്കാൻ പിടിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. കാരണം സുധാകരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചില ആളുകളാണ് സതീശൻ ലോബിക്കെതിരെ കൃത്യമായുള്ള ആഞ്ഞടിക്കൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നതോടെയാണ് കെ സുധാകരൻ കൃത്യമായി മാധ്യമങ്ങൾക്കെതിരെ എല്ലാം വലിയ തോതിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സുധാകരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ 3 സംഘങ്ങളാണ് ഇതിനുവേണ്ടി എല്ലാവിധ കളികളും നടത്തിയിരുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വലിയ തോതിൽ പരന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിനു മുൻപ് വി ഡി സതീശനും കെ സുധാകരനും ഇരുവരും തമ്മിൽ പൊതുവേദികളിൽ വെച്ചുണ്ടായ അസ്വാരസ്യങ്ങൾ പരസ്യമായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ മൈക്കിന് മുമ്പിൽ വെച്ചൊരു ചീത്ത വിളിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ മോശമായി സംസാരിക്കുന്നതും മൈക്കിന് വേണ്ടി പിടിവലി കൂടുന്നതും എല്ലാം പരസ്യമായ കാര്യമാണ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കെ സുധാകരൻ്റെ പുതിയ നീക്കം. തന്നോട് ഒരു നേതാവിനും തർക്കമില്ലെന്നും താൻ വിമർശനത്തിന് അതീതനല്ലെന്നും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ പരസ്യമായി ഇവർ കാണിച്ചു കൂട്ടിയ ഈ തോന്നിവാസങ്ങളൊക്കെ എന്തിനായിരുന്നു? ഇവർ നടത്തിയതിനെല്ലാം വെള്ള പൂശിക്കൊണ്ട് വരാനല്ലേ ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത്? പാർട്ടിയിലെ സാധാരണ അണികൾക്ക് പോലും തന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്നും കെ സുധാകരൻ തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളുമാണ്. അതേസമയം പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന സുധാകരൻ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്നും വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരേ സമയം തന്നെ രണ്ട് കാര്യം പറയുകയാണ്. ശത്രുവിനോടൊപ്പം അതുപോലെ വാദിക്കൊപ്പവും പ്രതിക്കൊപ്പവും നിൽക്കുന്ന നിലപാടാണ് ഇപ്പോൾ കെ സുധാകരൻ ഫേസ്ബുക്കിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. താൻ അധ്യക്ഷനായ ശേഷം പാർട്ടിക്കുണ്ടായ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തകരോട് വളരെ വൈകാരികമായി സംവദിക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം ആവർത്തിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നിലെത്താനുള്ള തന്ത്രങ്ങളാണ് തൻ്റെ ശ്രദ്ധയെന്നും കെ സുധാകരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം മുന്നണിക്കുള്ളിലെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കളെ കൊല്ലും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത സുധാകരൻ എന്ത് തന്ത്രം പറഞ്ഞിട്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി അതല്ല, അധികാരത്തിൻ്റെ ചില സ്ഥാനങ്ങൾ ലഭിച്ചാൽ പോലും ഇവർ തമ്മിലടിച്ച് തീർക്കുന്നതല്ലാതെ കൃത്യമായി ജനോപകാരപ്രദമായ നടപടികളിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയോ വിടാൻ തയ്യാറാകാത്ത ഒരു സംവിധാനമായിരിക്കും കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ KPCCക്ക് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കൂടാരമായി മാറിയ കോൺഗ്രസിൽ നിന്നും കൂടുതൽ ജനനന്മ കിട്ടുന്ന ഒരു കാര്യവും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.